ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ഇടട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് പുറത്തു പോകട്ടെ. എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചില്ല. ബീച്ചിലേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ബീച്ചിലാണോ ഇനി വേറെ എവിടെയെങ്കിലും അവിടെ എത്രയെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ അതാ മാറ്റി റെഡിയാണ്. ഐസമൂനെ എങ്ങനെയൊക്കെ മാറ്റിച്ചിന്. ഷെമി അതവിടെ നീണ്ടിരുന്ന് കിടക്കണ്. ഐസമൂന്റെ തലയൊക്കെ ഒന്നിരില്ല മാറ്റാൻ അങ്ങനെയൊക്കെ മാറ്റി കേട്ടോ. ബേബിയും കുട്ടികളും അവിടെ ഒരുങ്ങുന്നുണ്ട്. ഓലിന്ന് രാവിലെ പോകുന്നുണ്ടെന്ന് പറഞ്ഞിനി. അപ്പൊ ഷെമിനോട് ചോദിച്ചപ്പോ എനിക്കാവൂല, ഞാൻ ഇല്ലാന്ന് പറഞ്ഞ. പിന്നെ ഇപ്പൊ വൈകുന്നേരം അല്ല ഉച്ചയായിട്ട സമയം, ഉച്ചയായപ്പോ ബേബി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പോവല്ലേ പറഞ്ഞാൽ അപ്പൊ അങ്ങനെ പോവാണ്. ഓലവിടെ മാറ്റുണ്ട്. പൈസനെയും മാറ്റിക്കിടങ്ങി ഷെമി മാറ്റട്ടെ. എന്നിട്ട് നമ്മള് എവിടെ എത്തണമെന്ന് അറിയില്ല കേട്ടോ. ഏതായാലും വീഡിയോ എടുക്കാൻ വിചാരിച്ച്. അപ്പൊ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടും കൂടി ഇതവിടെ കിടക്കണ ഫോണൊക്കെ നോക്കി കിടക്കുകയാണേ. ഇതിനെ ഞാൻ മാറ്റിച്ചണ്. മറ്റേ പാൻറ്റൊക്കെ ഇട്ടണു, ഷർട്ട് ഇട്ടില്ല. നീച്ചൂടി പോരില്ലേ? 2 മണിയായി. 2 മണിയായി. ഞാനതാ ഷെമിനെ വിളിച്ച് നീപ്പിച്ചിട്ടുണ്ട്. ഷെമിൻ്റെ പുതിയ ലുക്കാട്ടെ കാണുന്നത്. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ഇടേണ്ടി കേട്ടോ. എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. ഇങ്ങനെ മുടി വെട്ടുമ്പോൾ നല്ല രസമാണ്. പക്ഷേ ഈ താടി എടുത്തു വരും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അത് മുടി വെട്ടാൻ പോയതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ചേഞ്ചൊക്കെ വേണ്ടതെന്ന് പറഞ്ഞിട്ട് താടിയും വടിച്ച് വന്നണാരോ. എന്നിട്ട് എനിക്കാണെങ്കിൽ എന്തോ പോലെ തോന്നുന്നു. ഞാൻ അങ്ങ് പറയും ഒരു കോലുമില്ല, ഒന്ന് പോയി കിടന്നൊക്കെ പറയണ്ടത്. എന്നിട്ട് പോലീസുമാരൊക്കെ ഒരു ലുക്ക് ഉണ്ടല്ലേ കാണാൻ. ഞാൻ എന്നിട്ട് എന്തൊക്കെയൊക്കെ പറഞ്ഞ് കളിയാക്കണ്ട. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഫസ്റ്റ് തന്നെ ഹൈലൈറ്റിൽ മാളിൽ കയറിട്ടോ. നമ്മൾ പോയത് നല്ല രസേനി കേട്ടോ. പോയി ഇടത്തിൻ്റെ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ എന്ത് രസമോ കാണാനേ അറിയും. എന്നിട്ട് ഞങ്ങളെല്ലതും തൊട്ടും പിടിച്ചൊക്കെ നോക്കി. ഐസമോളിയും പിന്നെ ബേബീൻ്റെ ചെറുതിനെയും ഷെമിനെയും അതിൻ്റെ ഉള്ളിൽ കയറ്റില്ല കേട്ടോ. ഞാനും ബേബി സിത്ത് കണ്ടാടന്നെ അതിൻ്റെ ഉള്ളിൽ പാഞ്ഞിട്ടോ. കാരണം ഓല കയറ്റിയാൽ ശരിയാവില്ല. ഓല അവിടെയും ഇവിടെയും തോണ്ടി ഒക്കെ തട്ടി മറിച്ചിട്ടാൽ പിന്നെ നമുക്ക് പണിയാവില്ലേ. ഞങ്ങളെത്തു വാങ്ങണമെന്നില്ല കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ, നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാനാണ്. അപ്പോൾ ഞങ്ങളിതൊക്കെ കാണുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ചും ഇങ്ങനത്തേനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങാൻ പൂതിയാണ്, പക്ഷെ നമ്മളൊന്നും ഇങ്ങനത്തെ ഒന്നും വാങ്ങൂലല്ലോ. എനിക്കെല്ലാം ഇഷ്ടം അതൊക്കെ കേട്ടോ. പക്ഷെ എന്തോ രസമാണ്. ഞാൻ ബേബിനോട് ഇങ്ങനെ പറയും, ബേബി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ തോന്നണില്ല, നല്ല രസം ഇതിൻ്റെ ഉള്ളിൽ കാണാനെന്നൊക്കെ കേട്ടോ. അപ്പം കുടിരിക്കലൊക്കെ എല്ലാവർക്കും നല്ല ഇതാട്ടോ. ഇങ്ങോട്ട് വന്നാൽ മതി, പല ഐറ്റം സാധനങ്ങളും കേട്ടോ. എന്താ രസമാണ്, രസമുള്ള സാധനങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റിൽ മാൾക്ക് പോയോണ്ടിരിക്കുമ്പോണ്ട് ഷെമിക്ക് കോള് വരണം കേട്ടോ. ഇത് ഇന്നെടുത്ത വീഡിയോ അല്ല കേട്ടോ, ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ വണ്ടി ഷെമി ലോഡ് ചെയ്തിട്ട് വെച്ചത് ഇനി അവിടെ. അപ്പോൾ ഒരു ഞായറാഴ്ച അല്ലേ, അപ്പം അന്ന് ഇറക്കൂല എഴുതിയിട്ടാട്ടോ ഷെമി നമ്മളെ കൊണ്ടുപോയത്. അപ്പം ഒരു ഞങ്ങൾ പോയോണ്ടിരിക്കുമ്പോൾ വിളിച്ചിന് വണ്ടി വെച്ചുതരാൻ പറഞ്ഞേക്കാണ്ട് കേട്ടോ, ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഷെമി പിന്നെ ഞങ്ങളവിടെ ഇറക്കി കുറച്ച് നേരം ഞങ്ങളപ്പൊക്കെ നടന്നു കേട്ടോ. പിന്നെ പോവാ വിചാരിച്ചിക്കാണ്ട് അങ്ങനെ ബീച്ചിൽ പോക്കൊന്നും പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും ആയില്ല കേട്ടോ. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ജീവിതം. നമ്മൾ വിചാരിക്കൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, പക്ഷേ നടക്കൽ മറ്റെന്തെങ്കിലും ആയിരിക്കും. ഒരുവിധ ആൾക്കാർ ലൈഫൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കണമെന്നൊന്നും ഇല്ലല്ലോ. പിന്നെ അത് ഹാൻഡ് വാഷൊക്കെ ഇടണതും ബോട്ടിലും ഇതൊക്കെ എൻ്റെ മേതൊക്കെ കണ്ടാൻ്റെ കിളി പോയിക്കണേരെ ചൊറുക്ക് കണ്ടിട്ട് അങ്ങനെ തിളങ്ങഞ്ഞോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചെയ്തുകൊണ്ടായിരിക്കും അതൊക്കെ കടന്നിങ്ങോട്ട് തിളങ്ങുക. എന്നിട്ട് എനിക്കിങ്ങനെ തൊട്ടൊക്കാൻ തോന്നുക. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നിട്ട് വീട് പൊട്ടിയ പണിയാവില്ല വിചാരിച്ചിട്ട്. എന്നാലും ചിലതൊക്കെ ഞാൻ അടുത്ത് തൊട്ട് നോക്കിയൊക്കെ ചെയ്തു കേട്ടോ. നല്ല രസമൊക്കെ കാണാം. നല്ല വീടൊക്കെ വേണം നമുക്ക്. ഇങ്ങനത്തെ ഒക്കെ വാങ്ങി ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കല്ലേ, നല്ല രസമല്ലേ. ഞങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ, ഒരു കപ്പ് പോലും വാങ്ങിയില്ല. വെറുതെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി. അപ്പം മനസ്സ് നിറഞ്ഞു. പിന്നെ വലുതാ ഞങ്ങളെ കണ്ട് ഞങ്ങളെ അടുത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പോലെ ഞങ്ങളപ്പുറത്ത് കൊണ്ടുപോയിട്ടല്ലേ. പിന്നെ അതാക്കി നമ്മൾ ഷെമിയർ ഞാൻ പോണതിന് മുന്നേ ഞങ്ങൾക്ക് എന്തോ വാങ്ങിത്തരാമെന്ന് പറഞ്ഞേക്കാണ്ട് ഞങ്ങൾ ഫുഡ് കോർണർക്ക് കൊണ്ടുപോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരുന്ന് നമ്മൾ KFC ആട്ടോ വാങ്ങിയത്. അതൊക്കെ തിന്ന് അപ്പോഴത്തേനും നമ്മൾ അളിയനെ വിളിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ച് പോവണമല്ലോ, അല്ലാതെ ഷെമി പോവാണ്. അപ്പോൾ ഞങ്ങൾ അളിയനെ വിളിച്ച് അളിയൻ വരാമെന്ന് പറഞ്ഞപ്പം പിന്നെ അങ്ങനെ ഷെമി പോയി. ഞങ്ങളവിടെ ആക്കിക്കാണ്ട് ഫുഡ് വാങ്ങി തന്നാണ്ട് ഷെമി പോയി. അപ്പോൾ ഇവളിങ്ങനെ ഐസമോൾ ഏതൊരു കുട്ടീൻ്റെ ഇത് ഐസ്ക്രീം കണ്ട് അപ്പം ഉണ്ടോളൂ ഐസ്ക്രീം വേണോ എന്ന് പറയണം. അപ്പോൾ ഷെമി ബേബിനോട് വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പോൾ ബേബിയാണ് ഫുഡ് ഏതായാലും വാങ്ങല്ലേ, ഇപ്പോൾ വാങ്ങണ്ടെന്ന് പറഞ്ഞേക്കാണ്ട് അങ്ങനെ വാങ്ങിയില്ല. പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാരോ എന്തെങ്കിലും വിചാരിച്ചാൽ പിന്നെ കിട്ടണമല്ലോ, പിന്നെ അങ്ങനെ അത് വാങ്ങി. പിന്നെ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ അന്ന് എന്തോ ഒരു പെയിൻറ്റിങ് മത്സരമൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ മക്കളെ. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം നിന്ന്
കുറേ നേരം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങി. പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഷെമിയില്ലല്ലോ. പിന്നെ ഐസമോൾ അങ്ങനെ എടുത്തും കൊണ്ടെടുക്കലുമായിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു. ഞങ്ങൾ നെസ്റ്റോലൊക്കെ കയറി കുറേ നേരം അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കറങ്ങിയിട്ട് അപ്പോഴൊന്നും ഈ പാത്രം ഇതൊക്കെ കണ്ടിട്ട് വീഡിയോ എടുക്കാനുള്ളതൊക്കെ അങ്ങോട്ട് പോയിൻ്റെത്. പിന്നെ അത് അളിയൻ വന്ന് നമ്മൾ അളിയൻ്റെ ഒപ്പം തിരിച്ച് പോരാണ്ട്. ഐസമോളാണെങ്കിൽ ഭയങ്കര നെലോളി ബീച്ചിൽ പോയില്ല പറഞ്ഞാണ്ട്. ഓള് ഒരു ബീച്ചിൻ്റെ ഒരാളാണ് കേട്ടോ അവള്. ഒക്കെ എപ്പോഴും ബീച്ചിൽ പോകണം. അപ്പോൾ കുറേ ആയി ഓളിങ്ങ പറയണം. അങ്ങനെ ഞങ്ങൾ പോവാൻ നിന്നത്. ഷെമി എന്നാൽ കൊണ്ടുപോവാൻ വിചാരിച്ചിട്ട് കുറേ ആയും ചെയ്തില്ലേ. കോഴിക്കോട് ബീച്ച് പോയിട്ടിട്ട്. അല്ലാതെ ഞങ്ങൾ ജോമോൻ്റെ ഒപ്പം വേറെ ബീച്ചിലൊക്കെ പോയിന്. പക്ഷേ കോഴിക്കോട് ബീച്ച് പോയിട്ട് കുറേ ആയി. അങ്ങനെ എന്നിട്ട് നിലോളിച്ച് കേട്ടോ വണ്ടിയിൽ കിടന്നിട്ട് എനിക്ക് ബീച്ച് പോകണോ പറഞ്ഞാൽ അങ്ങനെ കുറേ നിലോളിച്ച്. പിന്നെ ആൾ ഉറങ്ങിട്ടോ. പിന്നെ കാറ്റും ഇങ്ങനെ തട്ടുകയല്ലേ. അപ്പം പിന്നെ ഓൾ ഉറങ്ങി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടി.